സുരഭി ചേച്ചിയുടെ അത്യാവശ്യം ഒരു 3 ഫിലിമിൻ്റെ പേരെങ്കിലും പറയാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇറങ്ങിപ്പോൾ ഇറങ്ങിയതില്ല, ഓർമ്മ കൂടി പറയാം. ടൈം അധികം ഇല്ല, ഒരു 20 സെക്കൻഡ് വരാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ കുറുപ്പുംപടിയിലാണ് വന്നേക്കുന്നത്. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് റിയൽ ഈസ് നോട്ട് റിയാലിറ്റി ഗൈസ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യരുത്. അതിപ്പോൾ എല്ലാ ക്രിയേറ്റർ ആയാലും അവിടെ കുറേ ആൾക്കാർ നമ്മളെ ഓഡിയൻസായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. സോ ആടാ ഹായ് പറഞ്ഞേര് ഇത് പൊന്നോ ഗൈസ്, നമുക്ക് മൊത്തം ഫാൻസ് വിടാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു അവിടെ വണ്ടി അങ്ങോട്ട് ഇടിച്ചിട്ട് എടുക്കാം കേട്ടോ, നമുക്ക് അവിടെ നിന്ന് മാറിക്കാം. അതായത് റിയൽ ഈസ് നോട്ട് റിയാലിറ്റി. അത് റിയൽ ലൈഫും തമ്മിൽ ആരും കമ്പയർ ചെയ്ത് കാണരുത് ഗൈസ്. കാരണം ഇപ്പോൾ എല്ലാ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അവർ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ആക്കുന്നത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ സിംഗിൾ മച്ചാന്ന് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇഷ്ടം പോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നതും. ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ തന്നെ കുറേ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരല്ല അണ്ണ ഗേസ്, എൻ്റെ 2-3 കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു. അത് നമുക്ക് വിഷയമില്ല, നമ്മൾ ആരും നോക്കിയാൽ നമ്മൾ മൈൻഡ് ആക്കരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് എല്ലാ കണ്ടൻറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാവരും ഓരോ സ്ട്രഗിൾ ചെയ്താണ് വീഡിയോസ് തന്നെ. ഇപ്പം ഞാൻ തന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തുടക്കം മുതലേ അറിയാം. കാരണം നമ്മൾ വൈഫൈ ഇല്ലാത്തവരുടെ ഒക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നെറ്റ് എത്രത്തോളം ഒരു വീഡിയോ ഇടാൻ വേണ്ടി പോകണ്ടെന്ന്. അപ്പോൾ അവർക്കറിയാം ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുരഭി ലക്ഷ്മി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 16-ാം തീയതി. അപ്പം അതിൻ്റെ അന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് വർക്കും കണ്ട ഇപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതാണ് കണ്ടൻറ്റ്. സുരഭി ചേച്ചിയുടെ അത്യാവശ്യം ഒരു 3 ഫിലിമിൻ്റെ പേരെങ്കിലും പറയാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം അറിയാവുന്ന പറയാം. എന്നൊന്നിൻ്റെ മൊയ്തീൻ, തീവണ്ടി, കുറുപ്പ്, പിന്നെ ഈട, പിന്നെ ഇതായിരുന്നു ARM, അതന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എത്രത്തോളം സുരഭി ചേച്ചിട്ട് കാണുമെന്ന് എനിക്കറിയാം. നമ്മൾ ഇൻസ്റ്റയിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അവിടെ നിന്ന് കുറേ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യോ, ഒരു കാര്യം ചോദിക്കാനാ. മറ്റേ സുരഭി ലക്ഷ്മി ചേച്ചിനെ അറിയോ? ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 16-ാം തീയതി. അപ്പം അപ്പം ആ ചേച്ചിയുടെ ഒരു 3 സിനിമയുടെ പേര് പറയാം. ARM. ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, നമ്മള് എപ്പോഴും കാണുന്ന സിനിമയാണ്. ഒരു ചാൻസ് തരാം. ഒരാൾക്ക് ഗൂഗിൾ നോക്കാം, പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന ആള് ആക്ഷൻ കാണിച്ചു പറയേണ്ടി വരും. ആരെങ്കിലും ഒരാൾക്ക് ഗൂഗിളാണ്. ആക്ഷൻ മാത്രമാണ് എനിക്ക് പറയാൻ പാടില്ല. ഇഷ്ടംപോലെ ഉണ്ട്. സുരഭി ലക്ഷ്മി മൂവീസ് അടിച്ചാൽ മതി. ആർഡിച്ചിലൂടെ ആക്ഷൻ ആട്ടോ, അത് നോക്കല്ലേ. ആക്ഷൻ ഇത് ഉള്ളതാണെന്നറിയില്ല, ഗൂഗിളിൽ കണ്ടതാട്ടോ. നീ ഞാനും
ആ 1. പിന്നെ ഉണ്ട് കേട്ടോ. തീവണ്ടി 3 ഇറങ്ങി ഇപ്പൊ ഇറങ്ങിയതല്ലേ, ഓർമ്മ കൂടി പറ. എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് എന്താ കാര്യം? നീ എന്താ കുറച്ചും കൂടെ ഞാനോ? മൂന്നാമത്തെ വാക്ക്. ഫസ്റ്റ് വാക്ക് ഏത്? എവിടെ? എന്ത്? എന്തുകൊണ്ട്? ഏത്? എന്ത്? ഏത്? എവിടെ? ആര്? എല്ലാം നിന്റെ പോയി. സമ്മാനം GP അല്ല, GP ആണ്. പേരെങ്ങനെയാ? ദേവിക. പേര് 100 ഉണ്ട്. നിങ്ങൾ അങ്ങനെ ശരിയായിരിക്കും. ഓക്കെ, നിങ്ങളെന്താണ് ബികോണോ? തോന്നിയിരുന്നു. ഫൈനലല്ലേ? ഞാൻ BC പഠിക്കണേ. ഇന്നില്ല, ഞാൻ സെക്കൻഡ് ഇയർ. ഓക്കെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ കൊടുത്തുണ്ട്. അപ്പം ഇടി. ഓക്കെ, ശരി, എന്നാൽ കാണാം. സിംഗിൾ മച്ചൻ ചാനൽ പേര് നോക്കിയണ്ടേ? അവൻ നിങ്ങളങ്ങനെ കാണും. സിംഗിൾ മച്ചാൻ അടിച്ചാൽ മതി. രണ്ടിലുണ്ട്, പക്ഷെ കൂടുതലായിട്ട് യൂട്യൂബ് ആട്ടോ. സിംഗിൾ മച്ചാൻ, അതന്നെ, MACHAN, അതന്നെ. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ കാണാം. അവരത്രക്ക് റിസ്ക് എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് കയ്യിൽ നിറവ് കൊടുത്തത്. ഓക്കെ, പോട്ടെ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എൻജോയ്മെൻറ്റ്. പൊളിക്കും നമ്മൾ, സെറ്റ്. എടാ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ, നമ്മൾ യൂട്യൂബറാണേ. ഇത് നീക്ക് വിളിച്ചില്ല. എന്താ പേര്? അലൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. സുരഭി ചേച്ചീനെ അറിയോ? സുരഭി ലക്ഷ്മി ചേച്ചി. എന്നിട്ട് ആ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ നവംബർ 16-ാം തീയതി. അപ്പോൾ ചേച്ചിയുടെ ഒരു 3 പടത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ARM, അത് സിനിമയല്ലല്ലോ. നീ പറ, ട്രൈ ചെയ്യ്. ഇഷ്ടംപോലെ സിനിമയുണ്ട്, ട്രൈ ചെയ്യ്. പറയില്ല. എടാ, ARM അടുത്തിറങ്ങിയതാ, അതിന് മുമ്പ് കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പറടാ. കുറുപ്പുണ്ടണ്ട? പിന്നെ കുറുപ്പിലുണ്ട്, തീവണ്ടിയിലുണ്ട്, എന്നൊന്നിൻ്റെ മൊയ്തിലുണ്ട്, കുറുപ്പിലുണ്ടാ, നീ നോക്ക്. അപ്പൊ സുരഭി ചേച്ചി കാണുന്ന ഒരു ഹായ് പറഞ്ഞായിരുന്നു. കാണാൻ ചേച്ചി ഹായ്. ഓക്കെ, ശരി, എന്നാ സിംഗിൾ മച്ചാന്ന് അടിച്ചു നോക്കുക, കാണാൻ പറ്റും. ഓക്കെ, ബൈഡാ. അടുത്ത ആൾക്കാരെ പിടിക്കുക. ആൾക്കാർ കൂടുതൽ എവിടെയാ? ബസ് സ്റ്റോപ്പ് അല്ല, അത് റോഡ് സൈഡാണിത്. നമുക്ക് റോഡ് സൈഡിൽ പെർമിഷൻ ഇല്ല, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ കോളേജ് വിട്ടാ? അവിടെ കോളേജ് പിള്ളേരുന്നോ? എപ്പോഴും വരണമെന്ന് അറിയോ?
കോളേജ് പോവാം, അതാണ് നല്ലത്. ഓക്കെ ബൈഡാ ഗേസ്. അപ്പം ആരൊക്കെ പറയുന്നു നോക്കാം. ഇവന് ഏറുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇപ്പം ഇറങ്ങിയാറുണ്ടോ? നമുക്ക് ഇതിന് മുമ്പ് കുറേ സിനിമ ഉണ്ടല്ലോ, ആരൊക്കെ പറയുന്നു നോക്കട്ടെ. ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? ഞാനൊരു യൂട്യൂബറാണേ. സുരഭി ചേച്ചിനെ അറിയോ? സുരഭി ലക്ഷ്മി ചേച്ചിനെ, ഏറമില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ നടന്ന് നവംബർ 16. അപ്പം ചേച്ചിയുടെ ഒരു 3 മൂവിയുടെ പേര് പറയാമോ? പോരല്ല, സുരഭി ലക്ഷ്മി ചേച്ചി ഇല്ലേ, ആ ചേച്ചിയുടെ ബർത്ത്ഡേ നടന്ന് നവംബർ 16. അപ്പോൾ ചേച്ചിയുടെ 3 പടത്തിൻ്റെ പേര് പറയാമോ? ഞാൻ മണി പറ. ടൈം അധികം ഇല്ല, ഒരു 20 സെക്കൻഡ് വരാം. അറിയില്ല. തീവണ്ടി, കുറുപ്പും, എന്നൊന്നേൻ്റെ മൊയ്തീൻ, പിന്നെ ഈട, ഇങ്ങനെ കുറേ ഉണ്ട്. പേരെങ്ങനെയാ പേര്? എൻ്റെ ചാനലിൻ്റെ പേര് സിംഗിൾ മച്ച. ഓക്കെ ശരി, എന്നാൽ കാണാം. ഹായ് അല്ലേ ഗേസ്. ആർക്കും അറിഞ്ഞൂടാ, നമുക്ക് അടുത്ത ആൾക്കാരെ പിടിക്കും. ഇവിടെ കോളേജ് ഉണ്ട് കേട്ടോ, അവിടെ കോളേജ് ഉള്ള സമയം എനിക്ക് തോന്നുന്നു. ഓക്കെ, അതാണ് കോളേജ്. സോ അതാണ് ഗേസ്. നമുക്ക് കോളേജിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല, ബാക്കി കണ്ടായിട്ട് കോളേജ്. അപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് അവർ പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റുള്ളൂ, കാരണം അകത്തേക്ക് കയറിയ വേറെ സീനാണ്. അതായത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് കവർ ചെയ്യാൻ, ഇനിയിപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ, കോളേജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ കാണുന്ന ഏരിയ അല്ലേ, അവിടെ മൊത്തം അങ്ങോട്ട് അടിച്ചു പോകാം. അത്രേ ഉള്ളൂ. നമ്മൾ ആരും വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യാതിരിക്കില്ല. കണ്ടന്റ് തുടങ്ങിയ 10-20 മിനിറ്റ് എങ്കിൽ ഞാൻ എടുത്തിട്ട് പോകും. അതൊക്കെ അത്രേ ഉള്ളൂ പ്ലീസ്. എല്ലാവരും നോക്കുന്നുണ്ട്, പോണവർ വന്നവരൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എനർജി കൂട്ടുന്നല്ലാണ്ട് കുറയ്ക്കല്ല, അത്രേ ഉള്ളൂ. പവറാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യോ? എടാ വെയിറ്റ് ചെയ്യടാ, ഒരു ചെറിയ ചോദ്യമല്ല. നമ്മുടെ സുരഭി ലക്ഷ്മി ചേച്ചി എടാ പോവല്ലേ, അന്നൊരു ഹായുറ. പക്ഷെ അവന്മാർക്ക് പേടി ധൈര്യമില്ല. ഇപ്പം ആരും വിളിക്കാം. അവിടെ ചേച്ചി ഞാൻ ചേച്ചിയോട് ചോദിച്ചോക്കാം. എടാ ഒന്ന് വെയിറ്റ് ചെയ്യോ? ഞാനൊരു യൂട്യൂബറാണേ. എന്താ പേര്? ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യമല്ല എടാ, ചോദ്യമല്ല. സുരഭി ലക്ഷ്മി ചേച്ചി ഇല്ലേ, അറിയോ? ARML മറ്റേ ചേച്ചി തന്നെ അറിയാമോ? ടോയിനോട് അഭിനയിച്ച MIT മൂസയിലെ ചേച്ചി. ആ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 16. ചേച്ചിയുടെ ഒരു 3 സിനിമയുടെ പേര് പറയാൻ പറ്റുക? എടാ സുരഭി ലക്ഷ്മി ചേച്ചിനെ അറിയാമല്ല? കണ്ടല്ലോ. എടാ ARML സിനിമ ഉണ്ടോ? അതാ ഓക്കേടാ, കുഴപ്പമില്ല. പേരെന്തായിരുന്നു? ചാനൽ ഒരു സിംഗിൾ മച്ചാൻ. ഓക്കെ ശരി എന്നാ. ഉമ്മാരൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഉമ്മാർ എന്തൊരു MIT മൂസ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം MIT മൂസ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലല്ല. നമ്മളെ ചെറുപ്പത്തിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് മൂസക്കായി. അടിപൊളിയായിരുന്നു ചേച്ചി. എന്തായാലും വീട് നമുക്കൊന്നുകൂടി ഡെവലപ്പ് ആക്കണം. ചിലപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ലേറ്റും കുറവാണ്. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അടുത്ത സ്ഥലത്തേക്കല്ല, ഇതിൻ്റെ ബാക്കി നാളെ എപ്പോഴെങ്കിലും എടുക്കുന്നതായിരിക്കും. അതെനിക്കിപ്പോൾ നടക്കുകയുള്ളൂ. ഓക്കെ എടാ മച്ചാ, ഒരു യൂട്യൂബറാണേ. പേരെങ്ങനെയാ? ജിഷ്ണു. സുരഭി ലക്ഷ്മി ചേച്ചിനെ അറിയോ? ARML ചേച്ചിനെ അറിയുമല്ലേ? ടോവിനോട് അഭിനയിച്ച ആ ചേച്ചിനെ കണ്ടോ? MIT മൂസയിലെ. ആ ചേച്ചിയുടെ ഒരു 3 സിനിമയുടെ പേര് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കുറുപ്പിൽ തീവണ്ടി ആരൊക്കെ ഉണ്ട്?
കുറുപ്പ് തീവണ്ടി എന്നതിൻ്റെ മൊയ്തി അങ്ങനെ പറയാനുണ്ട്. പേരെങ്ങനെയായിരുന്നു? ചാനലൊരു സിംഗിൾ മച്ച സെർച്ച് ചെയ്തു അപ്പോൾ ഇരിക്കും. ശരിയാ, ആർക്കും അറിഞ്ഞൂടാ. കടത്ത ആരെങ്കിലൊക്കെ പിടിക്കുക, അതാ നല്ലത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുപ്പുണ്ടല്ലോ, ഈ സാധനം ചാടിപ്പോയിന്നേ പണ്ടാരം. എന്നിട്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഫുള്ള് മൊത്തം കറങ്ങിയെടുക്കാറുണ്ട്. ഇടങ്ങേറ്. ഈ സാധനം പോയാൽ തീർന്നേനെ. ഈ സാധനം പോയിരുന്നെങ്കിൽ തീർന്നേനെ. അത്രക്കുള്ളൊരു ഇതായിപ്പോയി. ഞാൻ സാധനം പോയിപ്പോൾ വിഷമമായിപ്പോയി. നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബർ. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ അധികം ആൾക്കാരില്ല. സോ കോളേജില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കലോത്സവം ഇതിൻ്റെ അങ്ങോട്ട് കയറ്റില്ല. പോലീസ് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കോളേജാണ്. കോളേജിൽ നിന്ന് ക്ലാസ്സില്ല. അവിടുത്തെ മൊത്തം ഹോസ്റ്റലിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പം അത് രണ്ടും മൂഞ്ചി. എന്തായാലും അത്യാവശ്യം ആരും പറഞ്ഞില്ല. എന്നാലും നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നേരെ അതിനോട് ചോദിക്കാം. ഇപ്പോൾ ആരെങ്കിലും കിട്ടാൻ ഇപ്പം ചെയ്യും, അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ബാക്കി ചെയ്യും. ഓക്കെ, അങ്ങനെ ഇരിക്കും.